യെസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒരു 200 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് എന്ത് പറ്റി പ്രശ്നമുണ്ടോ? അപ്പോൾ ഒരു 200 കിലോമീറ്റർ ഞങ്ങൾ അവിടുന്ന് യാത്ര ചെയ്തിട്ട് ആൽബർട്ടയിൽ തന്നെയുള്ള വാലി വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നത് ഒരു ബർത്ത്ഡേ പാർട്ടിക്കാണ്, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, തകർപ്പൻ വീട്. അത് എന്താ പറയുക, ഒരു പ്രത്യേക അതിൻ്റെ അപ്പോൾ ഒരു പ്രത്യേക ആർക്കിടെക്ചറാണ്. പ്രത്യേകം എന്താ വെച്ചാൽ ഇതിൻ്റെ ഓണർ പുള്ളി തന്നെയാണ് ഇതുണ്ടാക്കിയത്. അതായത് പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. കാണാം, എൻ്റെ ബാക്കിൽ കാണാം, ഇതാണ് അവിടേക്കുള്ള വഴിയാണിത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ഇവിടെ കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ അവരൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ വീടിൻ്റെ പുറംഭാഗം ഞാൻ കാണിച്ചു തരാം, അതുപോലെ അതിൻ്റെ അകത്തുള്ള പ്രത്യേകതകളൊക്കെ കാണിച്ചു തരാം. ഫുള്ള് മരമാണ് മേലെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ചുമരുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അതിനകത്തും മരമുണ്ട്. പിന്നെ ഒരുപാട് കുപ്പികളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം അകത്ത് പോയിട്ട്. ഓക്കെ. അപ്പോൾ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ മെയിൻ റോട്ടിൽ നിന്ന് അകത്തോട്ട് ഒരു 10-15 കിലോമീറ്റർ അകത്തോട്ട് കയറി വന്നിട്ട് വീണ്ടും അകത്തോട്ട് കയറി വരണം. അതായത് ഈ കാണുന്നതൊക്കെ നല്ല എന്താ പറയുക, ഫോറസ്റ്റാണ്. പിന്നെ അടുത്തൊന്നും വീടുകളൊന്നുമില്ല, ഭയങ്കര രസമാണ്. പിന്നെ ഈ റോഡ് കണ്ടില്ലേ, റോഡ് കല്ലൊക്കെ ഇട്ട റോഡാണ്, ടാർ ചെയ്തിട്ടില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ പൈൻ ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്. ടെന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇതാണ് വീടിൻ്റെ മെയിൻ എൻട്രൻസ്. ചെറിയൊരു വേലിയൊക്കെ ഉണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. പിന്നെ ചുമര് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺക്രീറ്റ് ആണ്. അതുപോലെ ഈ മരങ്ങളുണ്ട്. നമുക്ക് അകത്ത് കയറി നോക്കാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകം ഒന്ന് കാണാം. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് കാണാം ആദ്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ഹോള്. ഇതുണ്ടോ, ഭയങ്കര ഗംഭീര ഹോളാണ്. കാണാം, സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാക്കിയത്. വീടിൻ്റെ ഫ്രണ്ടാണ്, ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് വീടിന് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഹോള്. ഇതേ മേലെ കാണിച്ചേ, അത് കണ്ടോ, മൊത്തം മരമാണ്, ഫുൾ വുഡാണ്. പിന്നെ ഏതാ ചുമര് കണ്ടോ, ചുമര് ഇതൊക്കെ വുഡാണ്. പിന്നെ ഈ വിൻഡോ, ഞങ്ങൾ വന്നിട്ട് കുറേ നേരമായിട്ടോ, ഇപ്പോഴും ഈ വീട് മൊത്തമായിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ, ഭയങ്കര രസം. കാണിച്ചു തരേ, ഇത് കണ്ടോ, ഈ വ്യൂ കണ്ടോ. അതുപോലെ ഈ വിൻഡോ ഉണ്ടാക്കിയത്. You want to see again? Yeah? She's smiling, Bendy. She likes it. എന്താ ഇത്, ഗിന്നി പിഗ്. പിന്നെ ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ വിൻ്റർ ടൈമിൽ വീടിനകത്ത് ചൂട് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇലക്ട്രിക്കും കാര്യങ്ങളൊന്നും അല്ല, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഉണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ വിറകൊക്കെ ഇട്ടിട്ട് കത്തിച്ചിട്ട് അങ്ങനെ വീടിനകത്ത് മൊത്തം ചൂട് കൊണ്ടുവരുന്നൊരു സിസ്റ്റമാണിത്. ഇതിൻ്റെ എക്സോസ്റ്റാണ് ഈ പോണത്, കണ്ടോ. പിന്നെ അതുപോലെ ഇത് കണ്ടോ, ഒരു തൂണാണ്, ഇവിടുത്തെ ഒരു മെയിൻ തൂണാണ്. ഒരു ഫുൾ മരം അങ്ങനെ തന്നെ കൊണ്ടുവച്ചതാണ് ഇവിടെ.
ഇത് സിമെൻ്റ് അല്ല, ഇത് ക്ലേയും അതുപോലെ സാൻഡും എല്ലാം ഉപയോഗിച്ചിട്ട് അവർ ചെയ്തതാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കോൺക്രീറ്റ് സിമെൻറ്റ് ചെയ്താണെന്ന്. പിന്നെ ഇനി അടുത്തുള്ളത് ഇവരുടെ കിച്ചണാണ്. കിച്ചണിൽ ഇത് കണ്ടോ, ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഷെൽഫ് കണ്ടോ. പിന്നെ അതിൻ്റെ മേൽഭാഗം കണ്ടോ, എല്ലാം ഓരോ മരങ്ങളാണ് ഇങ്ങനെ ക്രോസ് കൊടുത്തത്. പിന്നെ ഇവിടുത്തെ ഇതാണ് ഇവരുടെ കിച്ചണിലുള്ള അടുപ്പ്, മെയിൻ അടുപ്പാണ്. നല്ല ചൂടാട്ടോ ഈ സാധനം. ഇത് കണ്ടോ, അത് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള കിച്ചണിലുള്ളൊരു ഒരിതാണ്. ഇവിടെ നിന്നാൽ പുറത്തോട്ടുള്ള ഒരു വ്യൂ ഒക്കെ ഉണ്ട്. കുട്ടികളുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചം കുറച്ച് കുറവാണ്, ഇനി ലൈറ്റ് ഇടാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ ഇത് അവരുടെ ഒരു ബെഡ്റൂമാണ്. ഇത് പുള്ളിയുടെ വർക്ക് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഒരു വുഡൻ എന്തോ ഒരു സ്റ്റോറേജ് ആണിത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് അവരുടെ ബേസ്മെൻറ്റിലോട്ടുള്ള വഴിയാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ സൈഡിൽ ഈ സ്പേസ് അവർ യൂസ് ചെയ്ത് നോക്കും. നമ്മുടെ പാത്രങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ സ്പേസ് അങ്ങനെ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ അപ്സ്റ്റേഴ്സിലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ. ഭയങ്കര രസമാട്ടോ ഇവിടെ വന്നാൽ. ഞങ്ങൾ ആദ്യം ഞെട്ടിപ്പോയി ഇത് കണ്ടപ്പോൾ. അത് പ്രത്യേകിച്ച് പുള്ളി തന്നെ ഉണ്ടാക്കിയാന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇത് കണ്ടോ, ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ഇവിടെ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കാണാം, ഇവിടെ ഒരു ഡോറുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതാണ് രസം. ഇതുണ്ടോ, ഇത് അവരുടെ കുട്ടികളുടെ റൂമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആ പുറത്ത് കാണിച്ചു തന്നെ അങ്ങോട്ടുള്ള എൻട്രൻസ് ആണ് ഇത്. സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ. അതിനകത്തൂടെ അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇത് കണ്ടോ, ഈ ഡോറ് ചെന്നാൽ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, അത്ര ഹൈറ്റ് ഇല്ല. ഈ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പുറത്ത് ഞാൻ മേലെ കാണിച്ചു തന്നില്ലേ, അങ്ങോട്ട് കയറാനായിട്ട് പറ്റും. ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. നല്ല രസമുണ്ടല്ലേ, കുട്ടികൾക്കൊക്കെ ഇവിടെ കളിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പോൾ ആ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങോട്ടാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ആ ഡോറാണിത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഇവിടെ കളിക്കാം. കണ്ടോ, ഇതും അതുപോലെ ചെറിയൊരു സ്പേസാണ്, ചെറിയ റൂമാണ്, മനസ്സിലായില്ലേ. പിന്നെ അതുപോലെ ഇവിടെ ചെറിയൊരു ഈ പോള് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ബ്ലാക്ക് കളർ പോള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ താഴോട്ട് ഇറങ്ങാനൊക്കെ ആയിട്ട് പറ്റും. ഇതവരുടെ വേറെ റൂമാണ്. ഇവിടുന്ന് ഒരു ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ബാൽക്കണി ഇവിടെ ഡോറുണ്ട്. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നോക്കാട്ടോ. എൻ്റെ അമ്മോ, എന്നെ വ്യൂവാ, ഒരു രക്ഷയില്ല. ഇതാണ് അവരുടെ ബാക്ക് യാർഡ്. പിള്ളേരൊക്കെ അവിടെ കളിക്കുകയാണ്. കണ്ടോ, ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഒരു സ്റ്റെപ്പുകളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതങ്ങനെ താഴോട്ട് പോയാൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമാണോ ഹോളാണോ എന്താണെന്നറിയില്ല, അവരുടെ ഒരു ബാൽക്കണി ഉണ്ട്, അത് കാണാൻ പറ്റും നമുക്ക്. ചുമരൊക്കെ കണ്ടോ, വല്ലാത്തൊരു പ്രത്യേക കൺസ്ട്രക്ഷനാണ് ഇത്. ഇത് കണ്ടോ, ഒരു കുപ്പിയാണിത്, ഒരു ഫുൾ ബോട്ടിൽ, അത് അങ്ങനെ തന്നെ വെച്ചേക്കാണ്. പിന്നെ മരം ആണോ,
ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡിലുള്ള പിടിക്കാനുള്ളതാണ്. ഞാൻ ചുമ്മാ ആദ്യം കണ്ടപ്പോൾ ചുമ്മാ വെറുതെ വെച്ചാന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര ഉറപ്പാണേ, നല്ല ഉറപ്പുള്ള സാധനമാണ്. ഇതുണ്ടോ അമ്പ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും അകത്തോട്ട് പോയി നോക്കാം. ഇവിടെ ഉണ്ട് തോന്നുന്നു. അല്ല, ഇത് താഴെ നിന്ന് വരുന്ന ആ ഒരു ഹീറ്റിൻ്റെ സംഭവമാണ് കേട്ടോ. എല്ലായിടത്തും നല്ല ചെറിയ ചെറിയ ജനലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത റൂമിലോട്ട് പോയി നോക്കാം. അവരുടെ ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ചെറിയൊരു സ്പേസ് ഉണ്ട്. വാഷ് ബേസിനൊക്കെ ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് താഴത്തെ അതിൻ്റെ മേൽക്കൂരയാണ്. കണ്ടോ, മൊത്തം മണ്ണിട്ടേക്കാണ്. അത് എന്തിനാ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ തണുപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, മേ ബി. സോ ഇത് ഇവിടെ മേലെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. താഴത്തെ ഹോളിലോട്ടുള്ള വ്യൂ ആണ്. നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയും കൂടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. നേരത്തെ അപ്പുറത്തുനിന്ന് കണ്ട ആ ഒരു ബാൽക്കണിയാണ്. ഇതുകൊണ്ട് നമ്മൾ നേരത്തെ അതാണ് കണ്ടത്, അവിടെ നിന്നാണ് കണ്ടത്. അപ്പോൾ ആ ഒരു വ്യൂ ആണിത്. ഇത് കണ്ടോ, നേരത്തെ നമ്മൾ ബോട്ടിൽസാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഫൈബർ പോലത്തെ ഒരു മെറ്റീരിയലിൻ്റെ പാത്രങ്ങളാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐഡിയ, അല്ലെങ്കിൽ എങ്ങനെയാണിത് ഉണ്ടാക്കിയതെന്നൊക്കെ ഒരു ഭയങ്കര അതിശയമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ ഇനി ഇവരുടെ ഒരു വാഷ്റൂം ഒന്ന് നമുക്ക് കയറി നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ആണ് വാഷ്റൂം. ഇവിടെ ലൈറ്റ് ഉണ്ടോ നോക്കട്ടെ. യെസ്, ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതേ മരമൊക്കെ അതുപോലെ തന്നെ കൊണ്ടുവച്ചേക്കുവാണേ. പിന്നെ അതുപോലെ നമ്മുടെ സോപ്പും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഷെൽഫുകൾ. ഓക്കെ, എല്ലാം ഭയങ്കര രസമാണ്. എല്ലാം പുള്ളി ഉണ്ടാക്കിയാന്നാണ് പറഞ്ഞത്. കണ്ടോ, ഷവറും കാര്യങ്ങളൊക്കെ, ചെറിയൊരു കുളിക്കാനുള്ളൊരു സ്പേസാണ്. യെസ്, അപ്പോൾ അതാണ് ഒരു കുഞ്ഞു വാഷ്റൂം. ഇവരുടെ വേറെ റൂം നമുക്ക് നോക്കാം കേട്ടോ. ഇതിനകത്ത് കയറിയിട്ട് ഞങ്ങൾ പാറക്കുട്ടീനെ ഇതിനകത്ത് കിടത്തി ഉറക്കിയിട്ടുണ്ട്. അവൾ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇത് കണ്ടോ, ചെറിയ റൂമാണ്. ഇന്ന് പുറത്തോട്ടുള്ള വ്യൂ ഉണ്ട് ഇവിടെ. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട്. ആ താഴത്ത് കണ്ട മെയിൻ തൂണിൻ്റെ ഭാഗമാണ്. കുട്ടികളെല്ലാം കൂടെ പരത്തിയിട്ടേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഇവിടെ കളിച്ച് അങ്ങനെ. ഇതുണ്ട്, ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കയറാനായിട്ട് വുഡൻ സ്റ്റെപ്സാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം കാണാം. കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇതാണോ, ഇതാണ് താഴത്തോട്ടുള്ള വ്യൂ. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പഴയൊരു കസേരയൊക്കെ ഉണ്ടേ. അത് അവരുടെ ഫയർ പിറ്റ്. ഇത് കണ്ടോ, എനിക്ക് ഈ സ്ഥലമാണ് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ടത്. ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് അല്ലേ, അടിപൊളിയായിരിക്കും. അവരുടെ വീട് എനിക്ക് ഷൂട്ട് ചെയ്തിട്ട് നിർത്താൻ പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണേ. ഈ വീടിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്.
ഇവിടെ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറേ ചെറിയ ബോട്ടുകളുണ്ട്. ഇത് കണ്ടോ, അവിടെ ഓറഞ്ച് കളറിൽ കണ്ടതല്ലേ. അപ്പോൾ ബോട്ടുകൾ അവർ ഇതിലേക്ക് ഇറക്കിയിട്ട് അവർ ഇവിടെയാണ് ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. സമയം കിട്ടുമ്പോൾ ഫ്രീ ആകുമ്പോഴൊക്കെ അവരിങ്ങനെ ഇതിങ്ങനെ വെള്ളം ഒഴുകുന്നൊന്നുമില്ല, ഇങ്ങനെ കെട്ടി നിൽക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് ഹോട്ട് ടബാണ്. അതായത് ചൂടുവെള്ളം ഉണ്ടാവും ഇതിനകത്ത്. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ചത് കമ്പോസ്റ്റാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാ വെച്ചാൽ ഇതേ ഈ സാധനത്തിനകത്ത് ഇതിനകത്ത് തീയിടും. ഓക്കെ, ഇതിൻ്റെ അപ്പുറം കണ്ടോ, ഇതിനകത്ത് നമുക്ക് കയറിയിരിക്കാം. അപ്പോൾ ആ ചൂട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ആ ചൂട് ഇതിനകത്ത് വന്നിട്ട് ആ ചൂട് ഇതിനകത്ത് സർക്കുലേറ്റ് ചെയ്ത് ആ വെള്ളം ചൂടായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് യൂസ് ചെയ്യാം. ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അവരിപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും കൊള്ളാം. ഇതും ഫുള്ളി വുഡനാണ്. കണ്ടോ, അതിൻ്റെ ഒരു എക്സോസ്റ്റൊക്കെ ഉണ്ട്. അതുപോലെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബേസ്മെൻ്റാണ്. ബേസ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും ഭാഗം ഇത്രയും ഹൈറ്റിൽ അവർ കെട്ടിപ്പൊക്കി വെച്ചേക്കുകയാണ്. അത് വേറെ ഒന്നിനുമല്ല, വിൻ്റർ ടൈമിൽ ഇതൊക്കെ കവർ ചെയ്യും ചിലപ്പോൾ. അതായത് സ്നോ വന്നിട്ട് ഇതെല്ലാം കവർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ അവർ കുറച്ച് ഹൈറ്റിൽ ഇത് പണിത് വെച്ചേക്കുകയാണ്. ഓക്കെ, അതുപോലെ ഇത് വീടിൻ്റെ ബാക്ക് യാർഡാണ്. കണ്ടോ, അവിടെ ആ ബാൽക്കണി നേരത്തെ നമ്മൾ പോയത്, മറ്റേ സ്റ്റെപ്സ് ഇറങ്ങി വരുന്ന ഭാഗം. പിന്നെ അതുപോലെ ഇവിടെ ഇതൊരു റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. ഇവിടെ സ്റ്റെപ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. ഇതെല്ലാം അത്യാവശ്യം ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് പൊക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം ഇനിയിപ്പോൾ വിൻ്റർ ടൈമിലൊക്കെ സ്നോ ഒക്കെ വന്ന്, കാരണം ഏകദേശം നല്ല ഹൈറ്റിൽ സ്നോ വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഇവർ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത്. ഇതതിൻ്റെ ബാക്ക് യാർഡാണ്. ആ സൈഡൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇത് കണ്ടോ, ചുമരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് കണ്ടോ, ഇതൊക്കെ ഭയങ്കര സ്ഥലം. ഇതൊരു മഗ്ഗാണ്, മഗ്ഗ് കൊടുത്തേക്കാണ്. പിന്നെന്താണ്, ഇത് അവർക്ക് കോഴികളുണ്ടെന്ന് പറഞ്ഞു. കോഴികളെ ഇതുവരെ കണ്ടില്ല. എനിക്ക് തോന്നുന്നത് അത് താഴെയായിരിക്കും, അവരെ ബേസ്മെൻറ്റിലായിരിക്കും. കാരണം ഇപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് അതിന് പുറത്തേക്ക് വിട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇത് അവർക്ക് പുറത്തുള്ളതാണ്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇത് കണ്ടോ, ഇവിടെ സോളാർ പാനലുണ്ട്. അപ്പോൾ ഒരു മാക്സിമം എന്തൊക്കെ, അതായത് ഇപ്പോൾ വെള്ളത്തിനാണെങ്കിൽ വെള്ളം അവർ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും എല്ലാം ഈ സോളാർ വഴിയാണ് അവർക്ക് കിട്ടുന്നതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് കണ്ടോ, അവിടെയുണ്ട് സോളാറിൻ്റെ പാനൽസ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയാണിത്. ഇതാണ് നമ്മുടെ വീട്, ആ ഗംഭീര വീട്. Are those new? Did she just get her ears pierced? When she was 3 months. Oh. Now she's 7. I did Caitlin when she was 3 months. I had her pierced as well. Yeah. Just one? ഇത് ഇവരെ പുറത്ത് ബാക്ക് യാർഡിൽ സെറ്റ് ചെയ്തൊരു ഊഞ്ഞാലാണ്. ഓക്കെ, നല്ല രസമുണ്ടല്ലേ. I wish we had more. ആരോ ചെറിയ ബോട്ടിൽ പോവാല്ലേ ഇതില്. അതിൽ Took well for drugs at all. At all. പാറുവിന് ഇതിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമായി. പാറുകുട്ടി, അപ്പാ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുപോലെ അതും കാണിച്ചു കൊടുത്തേ. Which one do you want to use?
ഇവിടെ ഒരാൾ ഭയങ്കര ഹാപ്പി ആട്ടോ. ഇവക്ക് ഇങ്ങനെ കറങ്ങി നടക്കുക. അവിടെ കുറെ ആൾക്കാരെ കണ്ടപ്പോഴേ കുട്ടികളുണ്ട്, കുറെ പട്ടികളുണ്ട് അല്ലേ? ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നു ഇവിടെ. വെയിലടിക്കണ്ടോ? അതുപോലെ ഈ വീടിന്റെ ചുറ്റൂര് കുറെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? തക്കാളിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. മുഴുവൻ തക്കാളി ആവുന്നുണ്ട് ഒരു വീതം. തക്കാളി ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ടായി വരുവാണ് തക്കാളി. പിന്നെ മുളകുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വൽ സ്ട്രോബെറി ആണ് ഇത്. വേണ്ട എവിടെയുണ്ട്? സോ ഇനി അടുത്തത് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഈ വീടിൻ്റെ ഓണേഴ്സാണ്, ഈ വീടിൻ്റെ മുതലാളിമാരാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് മിസ്റ്റർ ആഡം ആൻഡ് കാത്രിൻ. അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ വീടുണ്ടാക്കിയത്. ആഡമിൻ്റെ ഫ്രണ്ട്സും ആഡം എല്ലാം കൂടെ ചേർന്ന് ഭയങ്കര കഷ്ടപ്പെട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുണ്ടാക്കിയത്. പിന്നെ അപ്പോൾ അവർ ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു. ഇവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ, കാരണം അത്രയും രസമാണ് ഇതിനകത്ത്. And then I can, like, all of this gets hot and I can keep things warm in here. Okay. And then I can bake in these. So when I cook here and eat, there's the wood. Yeah. There's a little bench because we like to sit by the fire in the morning, right? Because when we have our breakfast in the kitchen, the kids like to sit here, or myself. And just ask away. What else would you like to know? And do you have the basement here? Only a very small one, Adi. Because we noticed we're not really basement. We basically just use this as storage. Like we have our freezer down there, Right, and then when right. you can go down, please, and Yeah. just have like food storage down there, like a cold storage, and the furnace room is down there. It's also because we're so close to the river, you don't want to have too much underground, right? Yeah, right. That's the other reason. But yeah, I think the main reason for us to. And that's like our utility room this way. If you go through that door. This one? No, that one isn't just the crawl space. With this door this way. Oh yeah. Yeah, there's a furnace and the water heater and stuff in there, right? Oh So it's all right. the sort of- Like I was so That impressed sort of part of the house is there. in your apartment with your basement. വേറൊരു സംഭവം ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ പുള്ളിക്കാരൻ അതൊന്ന് നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര രസമാണ്, ഒരു രക്ഷയില്ല ഈ കൺസ്ട്രക്ഷൻ. എൻ്റെ അമ്മ. യെസ് ആഡം. Yeah. So this is the pole, and the kids they come out of their bedrooms on this top level, and they often get on the pole, come down, get off, go to the bathroom, or go all the way down to the. It's fun, but it's also the fastest way to come down from upstairs. So. അപ്പോൾ അതാണ്, അത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവർ ബെഡ്റൂമിൽ നിന്നൊക്കെ താഴെ വരാനായിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഫണ്ണല്ലേ? അപ്പോൾ ചുമ്മാ അങ്ങനെ എന്താ പറയുക, നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ തമാശയ്ക്ക്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇവരിവിടെ ഹോം മെയ്ഡ് വൈൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് എങ്ങനെയാണ് അവർ വൈൻ ഉണ്ടാക്കുന്നതെന്ന്. യെസ്. Yeah, so before we built this house, we had been doing the brewing. So this is actually where the stovepipe goes up, and we left this wall open. I don't know if you can see in there. Okay. Yeah, you can see it on the screen now. Yeah. So, sorry. Yeah, that's the chimney. So it warms up here. So this room is usually about 24 degrees, which is really good for the fermentation. Mm-hmm. And we just buy the pressed grapes, put them in here with yeast, and ferment them. We do beer as well, and you have all your different things. So. You can't see it very well, but like your hops, we just buy the dried hops because it's hard to keep fresh ones. Okay. So put in the different hops. You put in your wort or the barley, right? Yeah. And then that. And then we also do the kombucha, which I'm not sure if you're familiar with that. It's not sure. It's like a fermented tea. Okay. So this is what the kids drink. Like there's no alcohol in it. Well, almost no. Okay. And we end up bottling it the same way. Right. And it's
it's a bit like pop, right? Because it's a bubbly drink, but it's a little bit sweet. It's not alcoholic. It's Yes. for the kids. So yeah. യെസ് അപ്പോൾ അതാണ് ഇവിടെ വൈൻ ഉണ്ടാക്കുന്ന സ്ഥലം. അതായത് നമ്മുടെ ഭാഷയിൽ വാറ്റുകേന്ദ്രമാണ് കേട്ടോ. ഭയങ്കര അടിപൊളി സെറ്റപ്പാണ്. യെസ്. Here, nothing. Okay. It was just bush, right? Like just forest. So even this road that you see here, it was not here. Nothing. And So you just had the plot? yes, Okay. just the plot. And then we built a first house. Well, first we actually only stayed in a tent out here. Okay. And then we built a first house over there, down in a fire. Oh, okay. Yeah, and we don't really know what happened, but yeah, we lost that house to a fire. Well, and then we had to kind of find a solution. We wanted to stay on this property, Okay. right? And so we built this little shed there, and then we moved into this. Okay. Like it's completely wild. It was completely rustic. It was so little, so small. But we made it work, and it's now Adam's work shed. Like he Okay. has his tools in there. If he wants to build something, that's what he uses it for. Okay. And that's where we lived while we were Building this this house. Okay. Yeah. Okay. So this house was almost 2 built in years. 2007 or? So this house we started in 2008, like the foundation, Okay. and then we built it in like 2009. 2009. So just 1 year. Yeah, that was just a very small house. Okay. I can you come here. And you can still see a little bit where it was standing. Like it was really small. Like you can Okay. see the Yeah, I can see the a little foundation. bit. Haha. Yeah, and now nature is just taking it back. Yeah. Yeah. Was it like a fire that happened, like a forest fire, No, or just the like house fire. Okay, house Yeah, fire. It was December 3rd, that? Okay. Yeah. Okay. 2013. Yeah, that's when it happened. Yeah, and there's our chickens. Okay. ഇവിടെ കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. So during winter, do you take them inside? No, They do their thing. really? Yeah. Awesome. Yeah, they're really used to it. How many are they? I think like 16 Six. maybe. 16. Yeah. I don't know where they Whoa. are right now. Yeah, they're somewhere. Enjoying That's themselves. awesome. Like they're often sitting in those shrubs there. Okay. Okay. Yeah. സോ നമുക്ക് ഈ വീടിനെ കുറിച്ച് ഇവരുണ്ടാക്കിയതിൻ്റെ രീതികളെ കുറിച്ചൊക്കെ നമുക്ക് ആഡമിൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ. ഹേ ആഡം. So could you please explain about the idea and when you started? Yeah. For sure. So it was 2004 when I purchased this property, and then I thought we'd build a log cabin, but there was a fire here in the 60s, so all the trees are relatively small. And I didn't want to cut down all the nice big trees to make a cabin, so then I had remembered in 2000, or 99 I guess, 2000, I went to school out in Nova Scotia, and my roommate's parents had a stackpole house, which is this type of construction. Right. And I thought, oh yeah, right, you can do round walls, you can use small lumber, small trees. So I started drawing up plans, and then we first built a smaller one over there that was going to be our shed and our Right. garage and workshop, but it burnt down. So then we moved on to the big one, and this is what we've got. Yes. So I can see like some of the bottles here. Yeah. So that will help for the more lights, right? Yeah, it's more decorative than anything. Right. But at night, or inside of it, the light shines on it, lights up, right? So on this one wall, there's sort of a nest that lights up as the sun's going down, particularly in winter, right? It hits it at the right angle, so you have all the lights come through it. It's just sort of neat that way, right? Okay. It's more decorative. It's not. I don't know how much light we get into the house from them. So. Yeah. So അതാണ് ഇതിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. People start giving you things like the bottles, but this stick is from our neighbor. Right. I don't know if you met him yesterday, Tom. He's an older man, but he found with the dog. Yeah, The small dog? Yeah. Yeah. So, and so he found that working in the bush, and he brought it home, and he'd had it around for years, and he just liked it, and then he thought, you guys should use it. So there's a bunch of those pieces where we know, okay, this is Tom, right?
This is, you know, Terry's octopus here. സോ ഇങ്ങനെ ഓരോരുത്തർ അവരുടെ ഓരോ ഫ്രണ്ട്സ് കൊണ്ടുകൊടുത്ത ഓരോ സാധനങ്ങളാണ് ഇതിനകത്ത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ആരോ കൊണ്ടുകൊടുത്താന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഇതിനകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓരോ ഫ്രണ്ട്സ് കൊണ്ടുകൊടുത്തതും. അതെ 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 അതെ, യെസ്. We were just wandering through the woods, weren't we? We were. We had a job. സോ ഇത് മിസ്റ്റർ ടെറി. അപ്പോൾ പുള്ളി നമ്മുടെ ആഡമിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു ഈ വീടുണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ മൂപ്പരും എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മളെ വീടിനെ കുറിച്ച്. യെസ് ടെറി. Yeah, that was it. We were actually, there was no other humans around, and we were, well, for a few kilometers. Yeah, for sure. And we actually that's how we first met. We figured it out later. Yes. We remembered that meeting, and then you know, he got me up here in 2014 to come help him build, and then it was kind of a family thing. We had our daughter here, and Katrin and Jesse. We were all building, basically, right? Yes. It was a wonderful experience. We just kept piling things on top of each other, and this is the result. Yes. Introduce myself, or what do we do? I can introduce you. Yeah. So ഇത് ജെസ്സി, പുള്ളിക്കാരത്തി നമ്മുടെ നേരത്തെ കണ്ട പുള്ളിയുടെ വൈഫാണ്. പിന്നെ അവരും ഇത് ബിൽഡ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അവരും ഇതിനകത്ത് ഒരു ഭാഗമാണ്. യെസ് ജെസ്സി. യാ. സോ നമ്മളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഹൗ ദേ ബിൽഡ് ദിസ്. യാ. Yes, so it wore down. Not so much about this. This was really just kind of to remember the people who did a lot of work. Yeah, and so the children, like we were working in the summer times with all of the children in here, and so part of it was getting also the kids in the wall somehow, because they were a big part of our lives, a part of the building site. So yeah, we thought we could cast hands and then do ceramic. And Katrin's friend does pottery, so we did Raiku firing. All the kids went out and had the clay fired at her friend's house. That was so fun. Yeah. And yeah, so this is like Yuri's foot and Yuri's face and Beatrice's hand, Sophie's hand, Yuri's hand. So all the kids are in there, and then the adults are in here too. And in general, we had a lot of broken pottery pieces that we wanted to put in the wall. And so we had these red pieces that we really liked. And when I don't know if this thought came while we did it or after that, we felt like this was almost like the progress of a day, right? Yes. Like the sun was going The up. sun is coming up and then going down too. Like the sun rays. And so that's why the eyes are open here and the eyes are closed there. That was kind of, yeah. Because it was long work days. There was long work days. Amazing. This mosaic was Jesse and Katrin, our wives, and this is a mold of their faces. And this is some of the kids' hands. But we just figured out the meaning of this today. Oh, today. That really, the wives were the brains of this operation, and as John said, we were the tools, basically, right? We were able to lift wood and bang things and make noise. That kind of thing, right? So I think it's all there. It's etched in stone, right? It's obviously what it means. I'm not going to explain the fire upstairs. സോ ഹീസ് മിസ്റ്റർ നെൽസൺ. സോ പുള്ളിയാണ് ഇവിടുത്തെ ബാക്കിയുള്ള വെൽഡിങ് വർക്കുകളെല്ലാം ചെയ്തത്. നേരത്തെ നമ്മൾ കണ്ട പോളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ള വെൽഡിങ് വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തത് മിസ്റ്റർ നെൽസൺ ആണ്. I was coerced into welding the pole against my better judgment, thinking I was building a death trap. So I made Adam promise me I had no liability. And here you are on television. And here I am. But it's turned out to be very fun. The pole is fun for kids. Yeah. It's lovely. ഇതൊക്കെ ആക്ച്വൽ മരങ്ങൾ ഇവർ ക്രെയിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ആകെ ഈ ഒരു വലിയ സംഭവത്തിന് മാത്രമാണ്. ബാക്കിയെല്ലാം അവർ ബൈ ഹാൻഡാണ് അത്ര ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു അതിശയമായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിവിടെ കോഫി ഉണ്ടാക്കുകയാണ് പുള്ളി. അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡ് മെയ്ഡ് മെഷീനാണ്. കോഫി പൗഡർ റെഡിയാക്കുകയാണ്. അപ്പോൾ
That's Cool. an old hand mill from Germany. So Yeah. yeah. പാറു ആരാ ഇത് ആരാ ഇത് ഏ So യെസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗുലാബ് ജാമുൻ കഴിച്ചു നോക്കുകയാണ്. ടെറി, ഹൗ ഇസ് ഗുലാബ് ജാമുൻ? Delicious. Delicious. Dhanyavad. ഓക്കെ ആഡം. I haven't had it yet, Yet, but I can say I it's know. delicious. I might be lying, but it's coming. Did I get thank you correct? Yes. Dhanyavad. ധന്യവാദ്. Awesome. ശുക്രിയ Shukriya is another word. Yeah. Yes, I remember that one too. That's almost like Arabic, shukran. Yes. ശുക്രാൻ It's the same. Yeah. You use that same Yeah. word? Yeah. Yeah. Huh? Look at that. It's all the same. ഇതിനാണ് ഫ്ലോട്ടോ കേട്ടോ ഇവരുടെ ഡോഗാണ് പാവമാണ് ഇവൻ ഒരു മിക്സ്ഡ് ബ്രീഡാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വേറെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവനങ്ങനെ അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ പുള്ളി പോയിട്ട് എടുത്തിട്ട് വന്നാണെന്ന് പറഞ്ഞു. ചെറിയൊരു ഡോഗായിരുന്നു, അപ്പം വളർന്ന് വലിയ കുട്ടിയായി. പാവം കേട്ടോ, അങ്ങനെ ഇരുന്നോളും. ഫാറൂന് ഭയങ്കര ഇഷ്ടമായി. റെഡി? പാറുകുട്ടി, ഹലോ. അമ്മ. Jessie, Hello. would you like one? I would. Maybe I'll have it. I'll take her. The baby down. Sure. And I don't know when I want to put on the